വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. BJP സർക്കാരിൻ്റെ കപട കർഷക സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും മുഖമൂടികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു വീഴുകയാണ്. ഭക്തിയുടെ മറവിൽ അയോധ്യ കൊള്ളയടിച്ചപ്പോൾ കൃഷിയുടെ പേരിൽ സബ്സിഡി വാരിക്കൂട്ടിയാണ് കേന്ദ്രമന്ത്രി ഞെട്ടിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ കർഷകർ ഒരു തുണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യാൻ ബാങ്ക് വായ്പകൾ കിട്ടാതെ കടക്കണിയിലായി ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതേ രാജ്യത്ത് കേന്ദ്രത്തിൻ്റെ ഒരു BJP മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ചേർന്ന് പച്ചക്കറി കൃഷിയുടെ പേരിൽ മാത്രം തട്ടിയെടുത്തത് കോടിക്കണക്കിന് രൂപയാണ്. സർക്കാർ ഖജനാവിൽ നിന്നും സബ്സിഡിയായിട്ടായിരുന്നു മന്ത്രി പണം മുക്കിയത്. കേന്ദ്ര കൃഷി സഹമന്ത്രിയായ ഭഗീരഥ് ചൗധരിക്കെതിരെയാണ് ഈ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നുള്ള BJP MP-യാണ് ഇദ്ദേഹം. സ്വന്തം തോട്ടത്തിൽ നടത്തിയ വെള്ളരിക്ക കൃഷിക്കാണ് 1 കോടി രൂപ സബ്സിഡി ഇനത്തിൽ കൈക്കലാക്കിയിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ ധാർമ്മികത എത്രത്തോളം അധപ്പതിച്ചു എന്നതിൻ്റെ നേർചിത്രമാണിത്. പച്ചക്കറി കൃഷിയെ പരിപോഷിക്കാൻ കേന്ദ്ര സർക്കാർ നൽകുന്ന പരമാവധി സബ്സിഡി തുകയാണ് 1 കോടി രൂപ. ആ പരമാവധി തുക തന്നെ സ്വന്തം പദവി ഉപയോഗിച്ച് മന്ത്രി തൻ്റെ കുടുംബത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ്. ഏറ്റവും ഗുരുതരമായ വിഷയം ഈ സബ്സിഡി തുകകൾ അനുവദിക്കുന്ന ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ കൂടിയാണ് ഈ കേന്ദ്രമന്ത്രി എന്നുള്ളതാണ്. അതായത് പണം അനുവദിക്കുന്ന മന്ത്രി കസേരയിലിരിക്കുന്ന മന്ത്രി തന്നെയാണ് പണം എടുത്തിരിക്കുന്നത്. അത് വാങ്ങിയെടുക്കുന്നത് മന്ത്രിയുടെ കുടുംബവുമാണ്. ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, ഇതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. മന്ത്രിയുടെ പച്ചക്കറി തോട്ടത്തിന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ഔദ്യോഗിക ബോർഡിൽ കൃഷിയുടെ വിവരങ്ങൾക്കൊപ്പം ഭഗീരഥ് ചൗധരിയുടെ 1 കോടി രൂപ സബ്സിഡി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വശത്ത് സാധാരണ കർഷകന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ മറുവശത്ത് അധികാരത്തിൻ്റെ മുകളിലിരിക്കുന്ന BJP നേതാക്കൾ കോടികളുടെ ആനുകൂല്യങ്ങൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. ഞാൻ അഴിമതി നടത്തില്ല, ആരെയും അഴിമതി നടത്താൻ അനുവദിക്കില്ല എന്ന് നിരന്തരം പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെയാണ് അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രിസഭയിലെ അംഗം കൊള്ള നടത്തിയിരിക്കുന്നത്. അഴിമതിരഹിത ഭരണം എന്ന് വിളിച്ചു പറയുന്ന BJPയുടെ പൊള്ളത്തരം ഇവിടെ പൂർണ്ണമായും പൊളിഞ്ഞു വീഴുകയാണ്. കർഷക സമരങ്ങളിൽ നൂറുകണക്കിന് കർഷകർ തെരുവിൽ ജീവൻ വെടിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാത്ത കേന്ദ്ര സർക്കാരാണ് സ്വന്തം മന്ത്രിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ കർഷകക്ഷേമ ഫണ്ടുകൾ വഴിതിരിച്ചുവിടുന്നത്. രാജ്യത്തെ യഥാർത്ഥ കർഷകരെയും പൊതുജനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. സ്വന്തം വകുപ്പിൽ നിന്നും കോടികളുടെ സബ്സിഡി സ്വന്തം കുടുംബത്തിന് അനുവദിച്ച മന്ത്രിയെ പുറത്താക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുമോ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്.